ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിക്കാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, ദ ബിഗ് 3 കോംബോ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് രജനി പ്രധാന കഥാപാത്രമായെത്തുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രം ലാൽ സലാം. പ്രേക്ഷക മനസ്സിൽ വിപ്ലവത്തിന്റെ അലയൊലികൾക്ക് തുടക്കമിട്ടുകൊണ്ട് ട്രെയിലർ എത്തിക്കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കാൻ പോകുന്നത്. மதத்தையோ நம்பிக்கையோ மனசுல வை, மனித நேயத்தை அதுக்கு மேலே வை. அதான் இந்த நாட்டோட அடையாளம். കോരിത്തരിപ്പിക്കുന്ന ആക്ഷൻ സീനുകൾ, ഇതിനിടയിൽ നിന്നുള്ള തലൈവരുടെ മാസ് എൻട്രി. ലാൽ സലാം ട്രെയിലറിനെ ഇങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രമേയം എന്താണെന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ട്രെയിലർ പുറത്തെത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ്, രാഷ്ട്രീയം, അധികാരം, വിശ്വാസം തുടങ്ങി പല ആസ്പെക്റ്റുകളിലൂടെ കടന്നുപോകുന്ന ട്രെയിലറിന്റെ പ്രധാന അട്രാക്ഷൻ വിഷ്ണു വിശാലിന്റെയും വിക്രാന്തിന്റെയും ഗംഭീര ഫൈറ്റും രജനീകാന്തിന്റെ മാസ് എൻട്രിയും തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ തിയേറ്റർ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു സിനിമ. മൊയ്തീൻ ബായ് എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് ആവശ്യമായ മാസ് ഡയലോഗുകളും പെർഫോമൻസും രജനീകാന്തിൽ നിന്ന് ലാൽ സലാമിലൂടെ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്രമാത്രം ആവേശം കൊള്ളിക്കുന്ന കഥാപാത്രമാണ് മൊയ്തീൻ എന്ന് ട്രെയിലർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ലാൽ സലാം എന്ന ചിത്രത്തിൽ പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷയാണുള്ളതെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണം സംവിധായക ഐശ്വര്യ രജനീകാന്ത് ആണെന്നതും കാമിയോ റോളിലെത്തുന്നത് തലൈവർ ആണെന്നതുമാണ്. 3, വൈ രാജ വൈ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 8 വർഷത്തിനിപ്പുറമാണ് ഐശ്വര്യ രജനീകാന്ത് സംവിധാന രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. 2012 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം 3യിലൂടെയാണ് ഐശ്വര്യ സംവിധാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ധനുഷും ശ്രുതി ഹാസനും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. രണ്ടാമത്തെ ചിത്രമായ വൈ രാജ വൈയും ഹിറ്റായിരുന്നു. അന്നു മുതൽ ഐശ്വര്യ എന്ന സംവിധായകയിൽ പ്രേക്ഷകർക്ക് വിശ്വാസമുണ്ട്. ഇനി രജനിയിലേക്ക് വരുമ്പോൾ കളക്ഷനിൽ റെക്കോർഡുകൾ ഭേദിച്ച ജയിലറിന് ശേഷം സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ചിത്രമാണ് ലാൽ സലാം. രജനി ലാൽ സലാമിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഏത് ലുക്കിലായിരിക്കുമെന്നോ അതുപോലെ കഥാപാത്രത്തിന്റെ പേരെന്തായിരിക്കുമെന്നോ തുടങ്ങി യാതൊരു സൂചനയും അണിയറ പ്രവർത്തകർ നൽകിയിരുന്നില്ല. ശേഷം പുറത്തിറങ്ങിയ രജനിയുടെ ക്യാരക്ടർ പോസ്റ്റർ പ്രതീക്ഷകൾക്കപ്പുറമുള്ളതായിരുന്നു. കലാപത്തിനിടയിലൂടെ നടന്നുവരുന്ന മൊയ്തീൻ ബായുടെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ വിധിയെഴുതിയിരുന്നു ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന്. മാത്രമല്ല, മകൾ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രജനി എത്തുമ്പോൾ പ്രേക്ഷകരും ഇരട്ടി ആവേശത്തിലാണ്. സ്പോർട്സ് ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വിഷ്ണു വിശാലും വിക്രാന്തുമാണ് നായകന്മാർ. കാമിയോ റോളിൽ രജനീകാന്തിനൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവും എത്തുന്നുണ്ട്. സെന്തിൽ, ജീവിത, തമ്പി രാമയ്യ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിക്കുന്ന ചിത്രം ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തുക. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ 5 ഭാഷകളിലായി പ്രദർശനത്തിലെന്ന ചിത്രത്തിന് ഓസ്കാർ അവാർഡ് ജേതാവ് AR റഹ്മാനാണ് സംഗീതം പകരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.